നമസ്കാരം. ഉത്തർപ്രദേശിൽ 2017 വരെ ആക്രമണങ്ങളും ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും ഉൾപ്പെടെയായിരുന്നു ഉത്തർപ്രദേശിൽ നടന്നുകൊണ്ടിരുന്നത്. ഒരർത്ഥത്തിൽ അവിടെ ക്രമസമാധാനം ഇല്ലായിരുന്നു എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അഖിലേഷ് യാദവും മായാവതിയുടെ ഭരണത്തിൽ ഉത്തർപ്രദേശിന്റെ ഭരണം തന്നെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലെത്തി തന്നെ പറയാം. ഗുണ്ടകളുടെ വിളയാട്ടവും ക്രമസമാധാന പ്രശ്നവും ഭൂമാഫിയകൾ നിറഞ്ഞതായിരുന്നു ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനം. BJP 2017 അധികാരത്തിൽ വരികയും യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായി വന്നപ്പോൾ അന്ന് ഒരർത്ഥത്തിൽ ഉത്തർപ്രദേശ് മാറ്റത്തിന്റെ കാറ്റ് വീശിയെന്ന് തന്നെ പറയണം. ഗുണ്ടകളെയും കൊള്ളക്കാരെയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നവരെയും കുട്ടികളെ ഉപദ്രവിക്കുന്നവരെയും ആ സ്പോട്ടിൽ തന്നെ ഷൂട്ട് അറ്റ് സൈറ്റ് ചെയ്യാൻ യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഓർഡർ നൽകിയിരുന്നു. അതിലൂടെ ഒരുപാട് കുറ്റവാളികൾക്ക് യോഗി സർക്കാർ ഒരു അപകടകാരിയാണെന്ന് മനസ്സിലാവുകയും ഗുണ്ടാപ്പണികൾ ഉപേക്ഷിച്ച് മാന്യമായി ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഉത്തർപ്രദേശിനെ ക്ലീനാക്കാൻ യോഗി ബുൾഡോസറുമായി ഇറങ്ങിയത്. നിലവിൽ വീണ്ടും സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് യോഗി വീണ്ടും എത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് എവിടെയെങ്കിലും സ്ത്രീകൾക്കെതിരെ ആക്രമണമുണ്ടായാൽ അടുത്ത വളവിൽ യമരാജനായിരിക്കും കാത്തിരിക്കുക എന്ന മുന്നറിയിപ്പാണ് യോഗി നൽകിയിരിക്കുന്നത്. സുരക്ഷയും സമ്പദ്ഭരണവുമാണ് നല്ലൊരു ഭരണ സംവിധാനത്തിന് ആദ്യം വേണ്ടത്. നിയമം പരസ്യമായി ലംഘിച്ച ഗുണ്ടാ സംഘങ്ങളെ ബുൾഡോസറിനാൽ ഒതുക്കിയെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. ഗാന്ധിപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു യോഗി ആദിത്യനാഥ്. ഈ സംസ്ഥാനത്തെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ബിസിനസ്സുകാരുടെയും സുരക്ഷയിൽ ആർക്കും ഒഴിഞ്ഞു മാറാനാകില്ല. ഇവർക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമുണ്ടായാൽ തൊട്ടടുത്ത വളവിൽ അവരെ കാത്തിരിക്കുന്നത് യമരാജനായിരിക്കുമെന്ന് യോഗി പറയുന്നുണ്ട്. ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ അവരെ വധിച്ചിരിക്കുമെന്നും യോഗി ഉറപ്പിച്ചു പറയുന്നു. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും രാജ്യത്തിന്റെ മാനത്തിന് വിലയിട്ടവരാണ്. അവർ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും താലിബാൻ ഭരണം നടപ്പിലാക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പെൺകുട്ടികളുടെയും ബിസിനസ്സുകാരുടെയും സുരക്ഷ അവർ അപകടത്തിലാക്കി. മാഫിയ ഗുണ്ടാ സംഘങ്ങളുടെ വിളയാട്ടത്തിന് അവർ കൂട്ടുനിന്നു. ജനങ്ങളുടെ വോട്ടിലൂടെയാണ് അയോധ്യ രാമക്ഷേത്രം പടുത്തുയർത്തിയത്. അയോധ്യയിലേക്ക് രാമനെ തിരികെ കൊണ്ടുവന്നവരെ അവർ വീണ്ടും അധികാരത്തിൽ എത്തിക്കുക തന്നെ ചെയ്യും. ലോകരാജ്യങ്ങൾ ഇന്ത്യയെന്ന് ബഹുമാനത്തോടെയാണ് നോക്കുന്നത്. വികസന പ്രവർത്തനങ്ങളിലൂടെ രാജ്യമെന്ന് ലോക രാജ്യങ്ങളുടെ നെറുകയിലാണ് എത്തി നിൽക്കുന്നത്. പണ്ടത്തെ UP അല്ല നിലവിലത്തെ UP. മാറിക്കൊണ്ടിരിക്കുകയാണ്. BJPയുടെ കാറ്റ് അവിടെ വീശുന്നു. യോഗി ആദിത്യനാഥ് മൂന്നാമതും അവിടെ മുഖ്യമന്ത്രിയായിട്ട് തന്നെ വരിക തന്നെ ചെയ്യും.